ഹായ് ഹലോ വെൽക്കം ടു സൂപ്പർ നോട്ട്സ് SSC RRB. അപ്പോൾ നമുക്കറിയാമല്ലേ, ഗ്രൂപ്പ് ഡിയുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ഷിഫ്റ്റുകൾ കഴിഞ്ഞു. അപ്പോൾ ഈ ഷിഫ്റ്റുകളിൽ വന്നിട്ടുള്ള ബയോളജി ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് ഇനിയത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കും നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്താലോ? അപ്പോൾ നമുക്ക് എക്സാം ഹോളിൽ ചിലപ്പോൾ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണല്ലോ എന്ന് പറഞ്ഞ് കാണുമ്പോൾ നമുക്ക് സന്തോഷമാവും, നമുക്ക് അവിടെ മാർക്ക് കിട്ടും അല്ലേടാ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഓരോ ചോദ്യവും ഓരോ മാർക്കാണ്. ഇത്രയും ദിവസം വന്നിട്ടുള്ള ഷിഫ്റ്റുകളുടെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണിത്. ഇത് ബേസ് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് ഇനി വരാനുള്ള ഷിഫ്റ്റില് ഇതൊക്കെ ആയിരിക്കും ചോദ്യങ്ങളെന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെ. നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ, വാട്ട് ഈസ് മൈക്കോളജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റഡി ഓഫ് ബാക്ടീരിയ, സ്റ്റഡി ഓഫ് മഷ്റൂം, സ്റ്റഡി ഓഫ് വൈറസസ്, സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ്. എന്താണ് നമ്മുടെ ഉത്തരം? മൈക്കോളജി എന്നാൽ എന്താണ്? മൈക്കോളജി എന്നാൽ സ്റ്റഡി ഓഫ് ഫംജി എന്നാണ് ഉത്തരം അല്ലെ. സ്റ്റഡി ഓഫ് ഫംജി അത് ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പൊ എന്തായിരിക്കും? ഫംജി നമ്മുടെ ഓപ്ഷനിൽ ഇല്ലാത്ത പക്ഷം നമുക്കറിയണം മഷ്റൂം ഒരു ഫംഗസ് ആണെന്ന് അറിഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് ഈ ചോദ്യം എഴുതാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഒരുപാട് പരീക്ഷകളില് ലോഗോസ് സ്റ്റഡീസിനെ ബേസ് ചെയ്ത് നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട് അല്ലെ. അപ്പോ ഇങ്ങനെ വരുമ്പോ നമ്മൾ ഓരോന്നും കാറ്റഗറൈസ് ചെയ്ത് അറിഞ്ഞിരിക്കണം. ബാക്ടീരിയോളജി എന്താണ്? സ്റ്റഡി ഓഫ് ബാക്ടീരിയ ആണ്. വൈറസിന്റെ സ്റ്റഡീനെ എന്താ പറയുന്നത്? അത് വൈറോളജി ആണ് അല്ലെ. ഇനി പാരസൈറ്റോളജി ആണ് എന്ത്? സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോ മൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി ഓഫ് ഫംജൈ ആണ്. ഫംജൈ ഓപ്ഷൻ ഇല്ലെങ്കിൽ എന്താണോ ഫംഗസ്, ഒരു ഫംഗസ് ആയിരിക്കും എന്ത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സെൽ? ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്താണ് ജീവന്റെ അടിസ്ഥാന യൂണിറ്റ്? കോശം, അവയവം, കല, ന്യൂക്ലിയസ്. സെൽ, ഓർഗൻ, ടിഷ്യൂ, ന്യൂക്ലിയസ്. ഏതാണ് നമ്മുടെ ഉത്തരം? നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആയിരിക്കണം അല്ലെ. സെല്ലാണ് നമ്മുടെ ഉത്തരം. എന്താണ്? ആദ്യം സെല്ലുണ്ടാവും. സെല്ലുകൾ ചേർന്ന് എന്തുണ്ടാകും? ടിഷ്യൂസ് ഫോം ചെയ്യുന്നു. ടിഷ്യൂസിൽ നിന്നും ഓർഗൻസ് ഫോം ചെയ്യുന്നു. ഓർഗനിൽ നിന്നും ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു. തുടർന്നാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഓർഗാനിസം, ഒരു ജന്തു വസ്തു എന്ത് ചെയ്യുന്നത്? രൂപപ്പെടുന്നത് അല്ലെ. അപ്പോ സെല്ല്, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം, ഓർഗാനിസം. ഇതിലെ ബേസിക് യൂണിറ്റ് ഏതാ വന്നത്? അത് സെല്ലാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ പെർമനന്റ് ടിഷ്യൂ ദാറ്റ് പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ഇൻ പ്ലാന്റ്സ് ഈസ് കോൾഡ്. എന്താണ്? സസ്യങ്ങളിൽ വഴക്കം നൽകുന്ന സ്ഥിരമായ കലയെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? പാരൻകൈമ, ഏറൻകൈമ, സ്ക്ലീറൻകൈമ, കോളൻകൈമ. എന്താണ് നമ്മുടെ ഉത്തരം? നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആയിരിക്കണം, കോളൻകൈമ. എന്താണ്? കോളർ എങ്ങനെയാണ് ഇരിക്കുന്നത്? കോളർ നമുക്ക് ഫ്ലെക്സിബിൾ ആണ് അല്ലെ. താഴ്ത്താം, പൊക്കാം ഒക്കെ ചെയ്യാൻ സാധിക്കും അല്ലെ. അപ്പൊ കോളൻകൈമ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം? നമ്മുടെ ഒരു ഷർട്ടിന്റെ കോളറുമായിട്ട് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. എന്താണ് പാരൻകൈമയുടെ ജോലി? നമ്മുടെ പാരന്റ്സിനെ പോലെയാണ് പാരൻകൈമ എന്ന് പറയുന്നത്. നമുക്ക് ഷെൽട്ടറും ഫുഡും ഒക്കെ തരുന്നത് ആരാണ്? നമ്മുടെ പാരന്റ്സ് ആണ് അല്ലെ. അപ്പൊ അതുപോലെ പാരൻകൈമയ്ക്ക് ചെടിയിൽ എന്താ ജോലി എന്ന് വെച്ചാല് ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നതും നമുക്ക് സ്റ്റോറേജിന് സഹായിക്കുന്നതും ആരാണ്? ഈ പാരൻകൈമയാണ്. എന്താണെടാ ഏറൻകൈമ? ഏറൻകൈമ എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് പാരൻകൈമയാണ്. എന്ന് വെച്ചാല് ഇയാളാണ് എയർ സ്പേസ് ആണ് ഇവരിൽ കാണപ്പെടുന്നത്. അതായത് ബയോൺസിക്ക് വേണ്ടിയിട്ട് അക്വാറ്റിക് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് പാരൻകൈമയാണ് ആര്? ഈ പറയുന്ന ഏറൻകൈമ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്ക്ലീറൻകൈമയാണ്. എന്താ? ഡെഡ് സെൽസുമായിട്ടാണ് നമ്മൾ ഇത് കണക്ട് ചെയ്ത് പഠിക്കേണ്ടത് അല്ലേടാ. ഡെഡ് സെൽസുമായിട്ടാണ് കണക്ട് ചെയ്ത് പഠിക്കേണ്ടത്. മാത്രമല്ല എന്താണ്? ഇവരാണ് റിജിഡിറ്റിക്കും സ്ട്രെങ്തും ഒക്കെ നമുക്ക് ചെടിക്ക് തരുന്നത്. റിജിഡിറ്റി, സ്ട്രെങ്ത് ഒക്കെ തരുന്ന ലൈറ്റ് ആൻഡ് തിക്ക് വോൾ ഉള്ള ആളാണ് ആര്? ഈ പറയുന്ന സ്ക്ലീറൻകൈമ. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് ഈസ് ദ മോസ്റ്റ് അബൻഡന്റ് എലമെന്റ് പ്രസന്റ് ഇൻ ദി ഹ്യൂമൻ ബോഡി? നമ്മുടെ മനുഷ്യ ശരീരത്തില് ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ഏതാണ്
എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ മലയാളത്തിൽ ഒരു ചെറിയ തെറ്റുണ്ട്. ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തേന്ന് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതലുള്ള മൂലകം എന്നാണ് നമ്മുടെ ചോദ്യം വരേണ്ടത്. ഏതാണ്? കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, കാൽഷ്യം. എന്താണ്? നമ്മുടെ ഉത്തരം ഏതായിരിക്കണം? നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആയിരിക്കണം, ഓക്സിജൻ ആയിരിക്കണം. ഇത് ഗ്രൂപ്പ് ഡിയുടെ ഒരുപാട് ഷിഫ്റ്റുകളിൽ റിപ്പീറ്റ് ചെയ്ത് ഇതിനെ കുറിച്ച് ഈ 6 എലമെന്റ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഈ 6 എലമെന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ച് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് ഒരുപാട് ചോദ്യം നമുക്ക് ഇപ്പൊ തന്നെ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ നോക്കിയേ, രണ്ടാമത്തെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന് വേറൊരു ഷിഫ്റ്റിന് ചോദിച്ചു. അപ്പൊ നമുക്ക് എന്താണ്? ഏറ്റവും കൂടുതലുള്ള ആൾ ഓക്സിജൻ എന്നേ അറിയാവൂ. രണ്ടാമത്തത് ആരെന്ന് അറിയില്ല. അത് നമ്മൾ അറിയണ്ടേ? അതറിയണം. ഇവിടെ മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ പെശവ് ട്രാൻസ്ലേറ്റിംഗിൽ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. ഇവിടെ വരേണ്ടത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏത് എന്നായിരിക്കണം. വിച്ച് ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് പ്രസന്റ് ഇൻ ദി ഹ്യൂമൻ ബോഡി. എന്താണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, കാർബൺ. ആദ്യത്തെ ആൾ ആരാണെന്ന് നമ്മൾ പഠിച്ചു? ഓക്സിജൻ ആണെന്ന് പഠിച്ചു. അപ്പൊ രണ്ടാമത് ഏറ്റവും കൂടുതലുള്ളത് ആരാണെന്ന് നമ്മൾ അറിയണം. അത് നമ്മുടെ കാർബൺ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒന്ന് വേഗം നമുക്ക് ഏതൊക്കെയാണ് മറ്റ് എലമെന്റ്സ് ഒന്നും നോക്കിയാലോ. നമുക്കുള്ള ഷിഫ്റ്റിൽ അതാണ് വരുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? വേണം. നോക്കിയേ, നമ്മുടെ ശരീരത്തില് 6 എലമെന്റ്സ് ആണ് മോസ്റ്റ് ആയിട്ട് ഉള്ളത്. അതില് ഏറ്റവും ആദ്യത്തെ സ്ഥാനം കരസ്ഥമാക്കി നിൽക്കുന്നത് ആരാണ്? അത് നമ്മുടെ ഓക്സിജൻ ആണ്. ഫസ്റ്റ് പൊസിഷൻ. എത്ര ശതമാനമാണ്? അത് 65%. എത്രയാണ്? 65%. ഓക്കെ. രണ്ടാമത്തെ വ്യക്തി ആരാണെന്ന് നമ്മൾ പറഞ്ഞു? അത് നമ്മുടെ കാർബൺ ആണ്. എത്ര ശതമാനമുണ്ട്? അത് 18%. എത്രയാണ്? 18%. ഇനി നോക്കിക്കേ, മൂന്നാം പൊസിഷൻ ഉള്ളത് നമ്മുടെ ഹൈഡ്രജൻ ആണ്. തേർഡ് പൊസിഷൻ കിട്ടിയിരിക്കുന്നത്. ഹൈഡ്രജൻ എത്രയാണ്? അത് 10%. ഹൈഡ്രജൻ എത്രയാണ്ടാ? 10%. തുടർന്ന് കാൽഷ്യം, നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ ആവശ്യമുള്ള കാൽഷ്യം എത്രയേ ഉള്ളൂ? അത് 2%. ഫോസ്ഫറസ് 1%. നമ്മുടെ ശരീരത്തിലുള്ളത്. ഓക്കെ ആണോ? നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് എ ജനറ്റിക് ഡിസോർഡർ? ഗ്രൂപ്പ് ഡി എക്സാമിന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഡിസീസിനെ ബേസ് ചെയ്തിട്ടുണ്ട് ബയോളജിയിൽ. അപ്പൊ നമുക്ക് ഡിസീസ് കുറച്ച് ഊന്നൽ നൽകി തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ. നോക്കിയേ, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് രോഗമാണ് ഒരു ജനിതക വൈകല്യമായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. താലസീമിയ, അനീമിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ്, ക്യാൻസർ. ഏതാണ്? നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്, താലിസീമിയ എന്നാണ്. അതായത് കുട്ടികളിൽ ജനിക്കുമ്പോഴേ അവരുടെ RBCയിലുള്ള ഒരു പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി ആണ് എന്ത്? താലിസീമിയക്ക് കാരണമാകുന്നത്. ഇതെന്താണ്? ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഓക്കെ. ഓട്ടോ ഇമ്മ്യൂൺ എന്നൊക്കെ പറയുന്നത് പോലെ. അനീമിയ നമുക്കറിയാം എന്താണ്? HBയുടെ അളവ് കുറയുന്ന അവസ്ഥയാണ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്താണ്? നിശാന്തതയാണ്. എന്താണ് നിശാന്തത എന്ന് പറയുന്നത്? നമുക്ക് രാത്രി സമയങ്ങളില് കാഴ്ച ബുദ്ധിമുട്ട് വരുന്നതാണ് അല്ലെ? പിന്നെ ക്യാൻസർ, അതെന്താണ്? ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് ക്യാൻസർ. മ്യൂട്ടേഷൻസ് ഒക്കെ ത്രൂ വരുന്നത്. ഓക്കെ ആണല്ലോ? നമുക്കെല്ലാം അറിയാം. അടുത്ത നോക്കിയേ, മെൻഡൽ ഹാഡ് ഒബ്റ്റൈൻഡ് F2 generation from F1 generation plants through dash process. മെൻഡൽ F1 തലമുറ സസ്യങ്ങളിൽ നിന്ന് ഡാഷ് പ്രക്രിയയിലൂടെയാണ് F2 തലമുറ വികസിപ്പിച്ചെടുത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് എന്തുണ്ട്? സ്വയം പരാഗണം, ഹൈബ്രിഡ് പരാഗണം, സസ്യ പുനരുൽപാദനം, അലൈംഗിക പുനരുൽപാദനം. എന്താണ് അദ്ദേഹം ചെയ്തത്? സെൽഫ് പോളിനേഷൻ ആണ്. F1 ജനറേഷനെ എടുത്തിട്ട് സെൽഫ് പോളിനേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? ഇദ്ദേഹം പീ പ്ലാന്റ്സിൽ നിന്നും F2 ജനറേഷൻ എടുത്തത്. എങ്ങനെയാണ് ആദ്യം എടുത്തത്? ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡോർഫ് പ്ലാന്റിനെയും എടുത്തു. 2 ക്യാപിറ്റൽ T, 2 സ്മോൾ t. ഇവരെ രണ്ടുപേരെയും കൂടെ ക്രോസ് ചെയ്തപ്പോ ഇദ്ദേഹത്തിന് എന്ത് കിട്ടി? ഒരു സ്മോൾ t, ഒരു ക്യാപിറ്റൽ T. ഇതിനെ എന്താ അറിയപ്പെടുന്നത്? ഹൈബ്രിഡ് ടോൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അല്ലെ? അപ്പൊ ഈ ഹൈബ്രിഡ്
ടോളിനെ എടുത്ത് എന്ത് ചെയ്തു? സെൽഫ് ആയിട്ട് ചെയ്തു, ഒരു ഡോർഫും കൂടെ വെച്ചിട്ട്. എങ്ങനെ? TT ഇൻറ്റു TT ചെയ്തു ഇദ്ദേഹം. അപ്പോഴാണ് എന്ത് ചെയ്തത്? ഇദ്ദേഹത്തിന് F2 ജനറേഷൻ കിട്ടിയത്. ഓക്കെ ആണോ? ഇതിന് ഇങ്ങനെയാണ് ഇദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? F2 ജനറേഷൻ കിട്ടിയത്. ഓക്കെ അല്ലേ? അതിന്റെ ഫലമായിട്ട് എന്ത് കിട്ടിക്കാണും? 2 TT, 2 സ്മോൾ TT, ഒരു ക്യാപിറ്റൽ T സ്മോൾ T, ഒരു ക്യാപിറ്റൽ T സ്മോൾ T, അങ്ങനെ ഇദ്ദേഹത്തിന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൂ ഈസ് കോൾഡ് ദി ഫാദർ ഓഫ് ടാക്സോണമി? വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബയോളജി എന്നൊരു സബ്ജക്ട് ഉണ്ടായിരുന്നു അല്ലെ? ബയോളജീനെ എടുത്ത് ഇങ്ങനെ പോരാ, നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പഠിച്ചാലേ പറ്റുള്ളൂ, നോമൻക്ലേച്ചർ വേണം എന്നൊക്കെ പറഞ്ഞത് ആരാണ്? നമ്മുടെ ഓപ്ഷൻ സി ആയിട്ടുള്ള കാൾ ലിനസ് ആണ് അല്ലെ? വർഗീകരണം. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്? വർഗീകരണത്തിന്റെ, ക്ലാസിഫിക്കേഷന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹമാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്താണ്? കിങ്ഡം പ്ലാന്റേ എന്ന് പറഞ്ഞിട്ടും 1 കിങ്ഡം അനിമേലിയ എന്ന് പറഞ്ഞിട്ടും. അല്ലെങ്കിൽ ബയോളജി ബോട്ടണി പോലെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് നോർമൽ ക്ലാസിഫിക്കേഷൻ ഇല്ലേ, അതാണ് ഇവിടെ വരുന്നത്. നോക്കൂ, എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? വർഗീകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കോൾ ലിനസ് ആണ്. ഇവിടെ നമ്മൾ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടെ മനസ്സിലാക്കി ഓർത്ത് പഠിക്കണം. സിസ്റ്റം നാച്ചുറേ. എന്താണ്? സിസ്റ്റം നാച്ചുറേ. ഇതാണ് ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. ഈ ബുക്കിലാണ് ഇയാൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കണം. ടാക്സോണമി എന്ന് വെച്ചാൽ വാക്കിന്റെ അർത്ഥമാണ് എന്ത്? ഈ ക്ലാസിഫിക്കേഷൻ എന്ന് വരുന്നത്. ഓക്കെ ആണോ? ഇതും തുടർന്ന് വരുന്ന ഒരു ചോദ്യമാണ്. അറേഞ്ച് ദി ഫോളോയിങ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ദ ലിനേനിയൻ ഹൈറാർക്കി. നോക്കൂ, ഇവിടെ എന്താണ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ലിനേനിയൻ ഹൈറാർക്കി പ്രകാരം ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഓർഡറിന് അറേഞ്ച് ചെയ്യണം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഇതിന് ഓർഡർ അറിയണം. ഓർഡർ എന്ന് പറയുന്നത് ഇതാണ്: കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജനസ്, സ്പീഷീസ്. ഇങ്ങനെയാണ് വരുന്നത്. 1, 2, 3, 4, 5, 6, 7. ഇപ്പോ നിലവിലുള്ളത് ഈ 7 പേരാണ്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം, പിരമിഡ് ഫോം ചെയ്യുന്ന സമയത്ത് ഈ കിങ്ഡത്തിന്റെ മുകളിൽ ആര് കൂടി ഉണ്ടായിരുന്നെന്ന് അറിയാമോ? ഒരു ഡൊമൈൻ കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതില്ല. ഇപ്പോൾ കിങ്ഡം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഓർഡറിന് അറിഞ്ഞിരുന്നാലേ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു ക്ലൂ പഠിച്ചാലോ? നമുക്കൊരു ക്ലൂ പഠിക്കാം അല്ലെ? നോക്കൂ, കിങ് ആണല്ലേ കിങ്ഡം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കിങ് എന്ന് പറയാം. ഫൈലത്തിന് നമുക്ക് പി വേണം, അപ്പൊ ഫിലിപ്പിന് കൊടുക്കാം. ഓക്കെ, ക്ലാസ്സിന് ആര് വേണം? കെയിം എന്ന് പറയാം. ഓർഡറിന് ഓവർ, ഫാമിലിക്ക് ഫോർ എ ഗുഡ് സൂപ്പ്. അപ്പൊ എന്താണ്? കിങ് ഫിലിപ്പ് കെയിം ഓവർ ഫോർ എ ഗുഡ് സൂപ്പ്. ഒരു നല്ല സൂപ്പിന് വേണ്ടി കിങ് ഫിലിപ്പ് വന്നു, അത്രേ ഉള്ളൂ. നമ്മൾ അത് ഓർത്തിരുന്നാൽ നമുക്ക് ഇത് ഓർഡറിന് കിട്ടും. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജനസ്, സ്പീഷീസ്. അങ്ങനെ ആരാ വരുന്നത്? അത് ഓപ്ഷൻ സിയിലാണ് ആ ഓർഡറിന് വരുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കിക്കേ. ഫോളിക് ആസിഡ് ഈസ് ഓൾസോ നോൺ ആസ്. ഫോളിക് ആസിഡിനെ വൈറ്റമിൻ, ഏത് വൈറ്റമിനെയാണ് നമ്മൾ ഫോളിക് ആസിഡ് എന്നുകൂടി അറിയപ്പെടുന്നത്? വൈറ്റമിൻ B9, B2, B1, B12 അല്ലെ? ഏതാണ്? നമ്മുടെ ഉത്തരം വരേണ്ടത് വൈറ്റമിൻ B9 ആയിരിക്കണം. എങ്ങനെ ഓർത്തിരിക്കാം? വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ഡിസീസും വൈറ്റമിൻസിന്റെ കെമിക്കൽ നെയിമും ഒക്കെ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കും. അത് SSC ആണെന്നോ, RRB ആണെന്നോ, PSC ആണെന്നോ, ഇനി UPSC ആണെന്നോ ഒരു കാറ്റഗറൈസേഷനിന്റെ ആവശ്യമില്ല. എല്ലാ പരീക്ഷയ്ക്കും എന്താണ്? വൈറ്റമിൻസ് എന്ന ഒരു ചോദ്യം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ നോക്കി, B9, വൈറ്റമിൻ B9 ഏതാണ് എന്ന് ചോദിച്ചേ. പറഞ്ഞേ, ഫോളിക് ആസിഡ് ആണെന്ന് പറഞ്ഞു. എങ്ങനെ ഓർത്തു വെക്കാം? പ്രഗ്നന്റ് ലേഡീസിന് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന വൈറ്റമിൻ ഏതാണ്? ഫോളിക് ആസിഡ് കൊടുക്കണം എന്ന് പറയൂ അല്ലെ? അപ്പോ പ്രഗ്നൻസി 9 മന്ത് അല്ലേ? അത് കണക്ട് ചെയ്ത് നമ്മൾ എന്തോർക്കണം? B9 ഫോളിക് ആസിഡ് ആണെന്ന് പഠിക്കണം.
തുടർന്ന് നമുക്ക് കുറച്ച് കെമിക്കൽ നെയിമും വൈറ്റമിൻ നെയിംസും ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാലോ? പെട്ടെന്ന് പഠിക്കാം അല്ലെ. വൈറ്റമിൻ എ ആണ്. അപ്പം നമുക്ക് കണ്ണിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ എ എന്ന് പറയണം. അപ്പൊ കണ്ണേ എന്ന് പറഞ്ഞിട്ട് എന്ത് പഠിക്കണം? റെറ്റിനോള് പഠിക്കണം. റെറ്റിന കണ്ണിലല്ലേ, അപ്പൊ അങ്ങനെ എന്താണ്? റെറ്റിനോൾ. ഇനി നോക്കിയേ സി, അസ്കോർബിക് ആസിഡ്. സി എന്താണ്? അസ്കോർബിക് ആസിഡ്. അവരുടെ ഡെഫിഷ്യൻസി ഡിസീസ് ഏതാണ്? സ്കർവി ആണ്. അപ്പൊ നമുക്ക് അത് കണക്ട് ചെയ്തും എന്താണ്? വൈറ്റമിൻ സി, അസ്കോർബിക്. ആ സി കണക്ട് ചെയ്താണ് പഠിക്കേണ്ടത്. ഇവിടുത്തെ സിയും ഈ സിയും. ഡി എന്താണ്? കാൽഷ്യം. എല്ലിനും പല്ലിനും ഒക്കെ വേണ്ടതാണ് കാൽഷ്യം. സൺഷൈൻ വൈറ്റമിൻ ആണ് കാൽഷ്യം അല്ലെ. അപ്പോ കാൽഷ്യം വെച്ചിട്ട് എന്ത് പഠിക്കാം? വൈറ്റമിൻ ഡി ആണ്. കാൽസിഫെറോൾ എന്ന് പഠിക്കുക. ഇ എന്താണ്? നമ്മൾ എക്സാമിനൊക്കെ നമുക്ക് ഇ ഗ്രേഡ് ആണ് കിട്ടണമെങ്കിൽ നമ്മൾ തോറ്റില്ലേ? അപ്പൊ തോക്കുവോ എന്നുള്ള ഭയത്തിലുള്ള വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ടോക്കോഫെറോൾ. കെ നോക്കിയേ, ഫില്ലോക്യുനൈൻ. കെ ക്യൂ അത് വെച്ചിട്ടാ പഠിക്കുക കെ. B1 നോക്കിയേ, തയാമിൻ. അപ്പൊ B1 ഉം B2 നമുക്ക് ഒത്തങ്ങ് തറ എന്ന് പറഞ്ഞിട്ട് പഠിക്കാം. ആദ്യം സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ തറയല്ലേ പഠിക്കുന്നത്? അതുപോലെ B1 ഉം B2 ഉം ആദ്യത്തെ ബി കോംപ്ലക്സിലുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് തറ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പഠിക്കാം. മലയാളത്തില് താ വരുന്നതാണ് തയാമിൻ, റാ വരുന്നത് കൊണ്ട് റൈബോഫ്ലേവിൻ. ഓക്കെ. B3 നോക്കിയേ, B3 ഇങ്ങനെയല്ലേ എഴുതുന്നത്? ഈ 3 എടുത്ത് മലയാളത്തിൽ തിരിച്ചിട്ടാൽ നായായില്ലേ? അപ്പൊ അതെന്തായി? നിയാസിനായി. നോക്കൂ, B5 വരുവാണ്. B5 എന്താണ്? പെൻഡ. നമ്മൾ 5 പറയത്തില്ലേ പെൻഡ, അപ്പൊ എന്താണ്? പാൻഡോതെനിക് ആസിഡ്. ഇനി B6, 6 പീരീഡ്. എന്താ ഓർത്തിരിക്കാനുള്ളത്? 6 പീരീഡ് ആയിട്ട് എന്താണ്? പിരിഡോക്സിൻ. എന്താണ്? B6 പിരിഡോക്സിൻ. B7 വരുന്നത് ബയോട്ടിൻ. B7 നമ്മൾ 7th നിന്ന് 8th കടക്കുമ്പോ നമ്മൾ എല്ലാവർക്കും, ബാക്കി താഴെയുള്ള കുട്ടികൾക്കൊക്കെ ടാറ്റ പറയുക, ബൈ ബൈ അല്ലെ. അപ്പൊ അത് വെച്ചിട്ട് എന്താണ്? ബയോട്ടിൻ എന്ന് ഓർക്കുക. B9 നമ്മളിപ്പോ പറഞ്ഞ ഫോളിക് ആസിഡ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കിയേ, വിച്ച് ആന്റിജൻ ഡിറ്റർമൈൻസ് ദ RH നെഗറ്റീവ് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്? ഏത് ആന്റിജൻ ആണ് RH പോസിറ്റീവ് അല്ലെങ്കിൽ RH നെഗറ്റീവ് രക്ത ഗ്രൂപ്പ് നിർണയിക്കുന്നത്? ഏത് ആന്റിജൻ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആന്റിജൻ A, D, O, B. ഏതാണ് നമ്മുടെ ഉത്തരം? നമ്മുടെ ഉത്തരം എന്തായിരിക്കണം? ആന്റിജൻ D ആയിരിക്കണം, വിച്ച് ഈസ് ഓപ്ഷൻ B അല്ലെ. എന്താണ് അവിടെ വരുന്നത് എന്ന് പറയുന്നത്? ABO. ഇതാണ് എന്ത്? നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോ ബ്ലഡ് ഗ്രൂപ്പും 2 രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് RH സിസ്റ്റത്തിലൂടെയും ഒന്ന് ഏതാണ്? ABO ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിലൂടെയുമാണ് നമ്മൾ എന്ത് ചെയ്തത്? ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കാനുള്ളത് ക്ലാസിഫിക്കേഷനില് ആന്റിജൻസ് ഏതൊക്കെയാണെന്നാണ്. നമുക്ക് നോക്കാം. എയുടെ ആന്റിജൻ എന്ന് പറയുന്നത് A തന്നെയാണ്. ബിയുടേത് B ആണ്. ABയിലെ Aയും Bയും വരും. എന്നാൽ O ബ്ലഡ് ഗ്രൂപ്പിന് ആന്റിജൻസ് ഒന്നും തന്നെ ഇല്ല. മനസ്സിലായോ? പിന്നെ ആന്റിബോഡീസ് ഇൻ പ്ലാസ്മ പറയുമ്പോൾ Aയിലുള്ളത് ആന്റി Bയും Bയിലുള്ളത് ആന്റി Aയും. ഇനി AB വരുമ്പോ ആന്റിബോഡീസ് എന്തില്ല? പ്ലാസ്മയില് ഒന്നും തന്നെ ഇല്ല. O വരുമ്പോ അതില് Aയും ഉണ്ട് Bയും ഉണ്ട്. അപ്പോ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്നത് ആരാണ്? O ആണ്. അതൊക്കെ നമുക്ക് അറിയാം അല്ലെ. AB ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഒക്കെ. ഓക്കെ. O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് നമ്മൾ യൂണിവേഴ്സലി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അതിൽ ആന്റിജൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് റിയാക്ഷൻസ് ഒന്നും ഉടനടി നടക്കത്തില്ല. ആന്റിജൻ D ഒന്നും ഇല്ലല്ലോ, അതാണ് അങ്ങനെ വരുന്നത്. ഓക്കെ. അല്ലാത്ത പക്ഷം ഇത് റിയാക്ട് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാച്ചുറൽ മെത്തേഡ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ? റീപ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെ, താഴെ പറയുന്നവയിൽ ഏതാണ് സസ്യപ്രജനനത്തിന്റെ സ്വാഭാവിക രീതി എന്നാണ് ചോദിക്കുന്നത്. കട്ടിങ്, ഗ്രാഫ്റ്റിങ്, ലെയറിങ്, റൈസോം. കട്ടിങ്, ഗ്രാഫ്റ്റിങ്, ലെയറിങ്ങിലും ഒക്കെ എന്താണ്? റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഹ്യൂമന്റെ ഹെൽപ്പ് വേണം. അവര് സ്വയം ചെയ്യുന്നത് അല്ല. അപ്പൊ സ്വയം ചെയ്യുന്നത് ആര് മാത്രമേ ഉള്ളൂ? അത് ഈ ഓപ്ഷൻ ഡി റൈസോം മാത്രമേ ഉള്ളൂ. എന്താണ് റൈസോം എന്ന് നോക്കിക്കേ. റൈസോം ഈസ് എ ഹൊറിസോണ്ടൽ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ദാറ്റ്
സെൻസ് ഔട്ട് ബോത്ത് ഷൂട്ട്സ് ആൻഡ് റൂട്ട്. നമുക്കിപ്പോ ഇതിന് ഉദാഹരണമായിട്ട് പറയാൻ റൈസോം വഴി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രണ്ട് ചെടികൾക്ക് ഉദാഹരണമാണ് ഒന്ന് മഞ്ഞളും മറ്റൊന്ന് ഇഞ്ചിയും. നോക്കൂ, ഇതിൽ നോക്കിക്കേ, ഇവിടെ ഈ പ്ലാന്റിൽ നിന്നൊരു ബൾബ് ഫോം ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് എന്തുണ്ടാകുന്നുണ്ട്? ദാ ഇത് റൂട്ടും പോകുന്നുണ്ട്, ദാ ഇത് ഷൂട്ട് ഒരു ചെടി സസ്യമായിട്ടും പൊങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിന് ഉദാഹരണമാണ് എന്തൊക്കെ? ഇഞ്ചിയും മഞ്ഞളും. അടുത്ത നോക്കിയേ, ബ്ലൂ വയലറ്റ് ഓർ റെഡ് ഫ്ലാവിനോയിഡ് പിഗ്മെന്റ് ഫൗണ്ട് ഇൻ പ്ലാന്റ്സ് ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് കെരോട്ടിൻ, ആന്തോസയാനിൻ, സാന്തോഫൈൽസ്, ക്ലോറോഫിൽസ്. സസ്യങ്ങളിൽ കാണപ്പെടുന്ന നീല, വയലറ്റ് അല്ലെങ്കിൽ ചുവന്ന ഫ്ലവനോയിഡ് പിഗ്മെന്റ് ഇവയുടെ സാന്നിധ്യം മൂലമാണ്. ഏതിന്റെ? നമുക്കറിയാം, അതിനുത്തരം ഓപ്ഷൻ ബി ആണ്, ആന്തോസയാനിൻ. സയാനിൻ ആണ് നമ്മൾ ഇതിലൊക്കെ ബ്ലൂ നിറം കൊടുക്കുന്നത്. കെരോട്ടിൻ നമുക്കറിയാം, ക്യാരറ്റ് അല്ലെ. കെരോട്ടിൻ പറയുമ്പോ ആരെ ഓർക്കണം? ക്യാരറ്റ് ഓർക്കണം. ക്യാരറ്റിന്റെ കളർ എന്താണ്? അത് ഓറഞ്ച് ആണ്. ഇനി സാന്തോഫൈൽസ് എന്ത് നിറമാണ് കൊടുക്കുന്നത്? ഒരു തരം യെല്ലോ കളർ കൊടുക്കുന്നതാണ് സാന്തോഫൈൽസ്. ഇനി ക്ലോറോഫിൽ നമുക്കറിയാം അല്ലെ, ചെടികൾക്ക് സസ്യ ഗ്രീൻ പ്ലാന്റ്സ്. അപ്പൊ ഗ്രീൻ എന്ന് ഓർക്കുക, അറിയാവുന്നുള്ളതേ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കിക്കേ, ദ ലൈനിങ് ഓഫ് ദ മൗത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. നമ്മുടെ മൗത്തിനകത്തൊരു ലൈനിങ് ഉണ്ട് അല്ലെ. അപ്പോ അത് എന്തുകൊണ്ടിട്ടാ, ഏത് തരം എപ്പിത്തീലിയം കൊണ്ടാ ഫോം ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏത് തരം എപ്പിത്തീലിയം കൊണ്ടാണെന്ന്. ക്യൂബോയിഡൽ എപ്പിത്തീലിയം, സീഡോ സ്ട്രേറ്റിഫൈഡ് കൊളംനാർ എപ്പിത്തീലിയം, സ്ക്യൂമോസ് എപ്പിത്തീലിയം, കൊളംനാർ എപ്പിത്തീലിയം. ഏതാണ് നമ്മുടെ ഉത്തരം? നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആയിരിക്കണം, സ്ക്യൂമസ് എപ്പിത്തീലിയം. എന്താ പ്രത്യേകത എന്നറിയാമോ? ഇത് ഫ്ലാറ്റൻഡ് ആണ്. എങ്ങനെയാ കാണപ്പെടുന്നത്? ഫ്ലാറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഇവയെ നമുക്ക് സ്കെയിൽ ലൈക്ക് എപ്പിത്തീലിയം എന്ന് പറയാം. എന്താണ് സ്കെയിൽ ലൈക്ക്? നമുക്കിപ്പോ ചീക്ക് സെൽസ് ഒക്കെ സ്കെയിൽസ് കണക്ക് ചുണ്ടെന്നൊക്കെ തൊലി ഇളകുന്നത് കണക്ക് ഇളക്കിയെടുക്കാൻ ഇളകി വരത്തൂല്ലേ. അതുകൊണ്ട് ഇവരെ സ്കെയിൽ ലൈക്ക് എപ്പിത്തീലിയം എന്ന് പറയുന്നു. മറ്റൊരു പേരാണ് പേവ്മെന്റ് എപ്പിത്തീലിയം. എന്താണ് പേവ്മെന്റ് എപ്പിത്തീലിയം അല്ലെങ്കിൽ ഫ്ലാറ്റൻഡ് പറഞ്ഞു അല്ലെ. ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഫ്ലാറ്റൻഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഗ്രൗണ്ടഡ് എപ്പിത്തീലിയം എന്നൊക്കെ ഇവരെ വിളിക്കുന്നുണ്ട്. അതായത് അവരത്രയും ഫ്ലാറ്റ് ആയിട്ട്, വേറെ ലെയേഴ്സ് ഒക്കെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഫ്ലാറ്റൻഡ് എന്നും സ്കെയിൽ എപ്പിത്തീലിയം എന്നും പേവ്മെന്റ് എപ്പിത്തീലിയം എന്നൊക്കെ ഇവരെ വിളിക്കുന്നത്. വാട്ട് ഷുഗർ ഈസ് ഫൗണ്ട് ഇൻ DNA. DNA-യിൽ കാണപ്പെടുന്ന പഞ്ചസാര ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈബോസ്, ഫ്രക്ടോസ്, ഡിയോക്സി റൈബോസ്, ഗ്ലൂക്കോസ്. ഏതാണ്? എല്ലാവർക്കും അറിയാം അല്ലെ. DNA. അപ്പോ ഡിയോക്സി. എന്താണ് ഡിയോക്സി റൈബോ എന്ന് പറയുന്നതിന് കാരണം? ഇതൊരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ആണ്. എത്ര ഗ്ലൂക്കോസാ, ഷുഗർ മോളിക്യൂൾസാ ഇതിലുള്ളതെന്ന് വെച്ചാല്, ഷുഗർ മോളിക്യൂൾസ് അല്ല, കാർബൺ മോളിക്യൂൾസ് എന്ന് പറയുന്നത് 5 കാർബൺ ആണ് ഇതിലുള്ളത്. അതായത് അതുകൊണ്ട് തന്നെ ഇവരെ എന്താ വിളിക്കുന്നത്? പെൻഡോസ് എന്ന് പറയും. എന്താ പറയാ? പെൻഡോസ്. എന്താണ് ഇതിന് ഡിയോക്സി എന്ന് പറയുന്നത്? നമുക്കറിയാം RNA-യില് റൈബോക്സിയിൽ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ആ 6 എണ്ണത്തിൽ നിന്നും DNA-യിലേക്ക് എത്തുമ്പോൾ ഒരു കാർബൺ കുറവാണ്, -1. അത് ഒന്നിന്റെ കുറവിനെയാണ് നമ്മൾ എന്തെന്ന് ഡിയോക്സി കൊണ്ട് റെപ്രസെന്റ് ചെയ്ത് മീൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, അത്രേ ഉള്ളൂ. വാട്ട് ആർ ക്രോമസോംസ് റിലേറ്റഡ് ടു? എന്താണ് ക്രോമസോംസ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ക്രോമസോമുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? ശ്വസനം, സ്വാംശീകരണം, ജനിതക സ്വഭാവങ്ങളുടെ സംക്രമണം, പോഷകാഹാരം. എന്താണ് നമ്മുടെ ഉത്തരം? ട്രാൻസ്മിഷൻ ഓഫ് ജനറ്റിക് ട്രൈറ്റ്സ് അല്ലെ. അതാണ് നമ്മുടെ ഉത്തരം. ക്രോമസോമുകൾ എന്ന് പറയുന്നത് ജനറ്റിക് ട്രൈറ്റ്സിന്റെ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഹ്യൂമൻസിലെ എത്ര ക്രോമസോംസ് ആണുള്ളത്? 46 അല്ലെങ്കിൽ 23 പെയർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കിക്കേ, വാട്ട് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ക്രോമസോംസ് ഇൻ ദ സെൽസ് ഓഫ് എ ന്യൂ ബോൺ ഗേൾ? ഒരു പെൺകുട്ടിയുടെ
നിയോനേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പെൺകുട്ടിയുടെ ക്രോമസോം സംഖ്യ എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 44 ക്രോമസോം പ്ലസ് XX, 22 chromosomes plus XX, 44 chromosomes plus XY, 22 chromosomes plus XY. ഏതാണ് നമ്മുടെ ഉത്തരം? നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആയിരിക്കണം. 44 chromosomes plus XX. നമുക്കറിയാം പെൺകുട്ടികളാണ് എങ്കിൽ XX ക്രോമസോണും ആൺകുട്ടികളാണെങ്കിൽ XY ക്രോമസോംസുമാണ് ഉള്ളത്. ഓട്ടോസോംസ് എത്രയാണ് ഉള്ളത്? അത് 44 പിന്നെ ഉള്ള രണ്ടെണ്ണം 6 മൊത്തം ഉള്ളത് നമ്മൾ പറഞ്ഞു. പെൺകുട്ടികൾക്കാവുമ്പോൾ 44 ഓട്ടോസോം ക്രോമസോംസ് പ്ലസ് എന്താണ് അവരുടെ XX ആയിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? The study of human evolution indicates that all of us belongs to the single species that evolved in. ഇത് നമുക്ക് ഇതിലെല്ലാം നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിലുള്ളത് നമുക്ക് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് എന്ത് ഇവിടെ വരുന്നത്. ഇവല്യൂഷൻ, ഡാർവിന്റെ പരിണാമത്തെ കുറിച്ചുമൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇതെന്ത് ചെയ്യാ? ഓർത്തിരിക്കുക. കഴിഞ്ഞ പരീക്ഷയ്ക്ക് കഴിഞ്ഞ ഷിഫ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് ഏത് മൃഗമായി സാമീപ്യം എന്നുള്ളതായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പൊ നമുക്ക് എവിടത്തെ മൃഗമാണ് എന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നുവിടാന്നുണ്ടോ? ഇല്ല. ഇത് ഒരു PYQ കൂടെയാണ് ഇവരുടെ ഗ്രൂപ്പ് ഡിയുടെ. ഓക്കെ, എന്താണ് മനുഷ്യ പരിണാമത്തെ കുറിച്ചുള്ള പഠനം സൂചിപ്പിക്കുന്നത് നമ്മളെല്ലാവരും ഡാഷിൽ പരിണമിച്ച് ഒറ്റ സ്പീഷ്യസിൽ പെട്ടവരാണെന്നാണ്. ഓക്കെ, എവിടത്തെ സ്ഥലം എവിടെയാ? വെസ്റ്റ് ഏഷ്യ, സെൻട്രൽ ഏഷ്യ, ആഫ്രിക്ക, അമേരിക്ക. എവിടത്തെയാണ്? നമ്മൾ ആഫ്രിക്കയാണ്. ആഫ്രിക്കൻ ഏപ്സ്, ഇതായിരുന്നു ചോദ്യം. ഏപ്സ് കുരങ്ങന്മാരുമായി സാമീപ്യമുള്ളവരാണ് എന്നാണ് പറയുന്നത്. എന്താണ്? ഹോമിനോയിഡ് അല്ലെ? അപ്പൊ കുരങ്ങൻ ഏതൊക്കെ? ചിമ്പാൻസി, ഗോറില്ല പോലുള്ള നമ്മുടെ എല്ലാ മിക്ക ഫീച്ചേഴ്സും ഒരേപോലെ ആണെന്നാണ് പറയുന്നത്. എന്താണ്? ടെയിലിന്റെ കാര്യങ്ങളിലൊക്കെ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ എന്നാണ് കണ്ടുപിടിച്ചിരുന്നത്. പക്ഷെ ടെയിലിന്റെ അവിടെയും നമുക്ക് എന്തുണ്ട്? അത് വേണമെങ്കിൽ വളരാം എന്നുള്ളതല്ല, പക്ഷെ എന്താണ് അങ്ങനെ ഒരു സ്പോട്ട് ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെട്ടിരുന്നത്. അതൊക്കെ നമുക്ക് അറിയാന്നുള്ളത്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. What is the meaning of scientific name Homo sapiens? നമ്മള് ജനസും സ്പീഷീസും ഒക്കെ പഠിച്ചില്ലേ? ഹൈറാർക്കി പഠിച്ചില്ലേ? അതില് ജനസിനെയും സ്പീഷീസിനെയും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഒരു വസ്തു അല്ലെങ്കിൽ ഒരു ഇതിന്റെ സയന്റിഫിക് നെയിം കിട്ടുന്നത്. അപ്പൊ ഹ്യൂമൻസിന്റെ പേര് ഹോമോസാപ്പിയൻസ് ആണെന്ന് നമുക്കറിയാം. ഇതിൽ ഹോമോജനസും സ്പീഷീസ് സാപ്പിയൻസും ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ നമ്മൾ പറഞ്ഞു കുരങ്ങന്മാരിൽ നിന്നും ഏപ്സിൽ നിന്നും പരിണമിച്ചുണ്ടായതാണ് നമ്മളെന്ന് പറഞ്ഞു. അപ്പോ അവര് തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നതായിരിക്കണ്ടേ നമ്മുടെ പേരിന്റെ അർത്ഥം? ആയിരിക്കണം. അപ്പൊ എന്താണ്? സ്ട്രെയിറ്റ് മാൻ, ടോൾ മാൻ, വൈസ് മാൻ, വർക്കിംഗ് മാൻ. ഇപ്പൊ കുരങ്ങന്മാർ സ്ട്രെയിറ്റ് അല്ല, അവർ 4 കാലിലാണ് നടക്കണേ. ടോൾ മാൻ, അവർക്ക് നമ്മളത്ര പൊക്കം ഇല്ല. വൈസ് മാൻ, ബുദ്ധി അല്ലെ, ജ്ഞാനി, അതാണോ? അതേ വർക്കിംഗ് മാൻ, കുരങ്ങന്മാർ അത്ര ജോലി ചെയ്യുന്നുണ്ടോ? മനുഷ്യന്മാർ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ഹോമോസാപ്പിയൻസിന്റെ അർത്ഥം? ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് വൈസ് മാൻ. എന്താണ്? വൈസ് മാൻ, ജ്ഞാനി എന്നാണ് അർത്ഥം വരുന്നത് ഹോമോസാപ്പിയൻസിന്റെ. അമീബ മൂവ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിലിയ, ഫ്ലെജല്ല, സീഡോപോഡിയ, നൺ ഓഫ് ദീസ്. അമീബ ആരുടെ സഹായത്തോടെ ആണ് മൂവ്മെന്റ് നടത്തുന്നത്, ലൊക്കോമോട്ട് ചെയ്യുന്നത്? അത് സിലിയ അല്ല, ഫ്ലെജല്ല അല്ല, മറിച്ച് ആരാണ്? സീഡോപോഡിയാണ്. സിലിയ യൂസ് ചെയ്ത് മൂവ്മെന്റ് നടത്തുന്നതാണ് ആര്? പാരമീസിയം. ഓക്കെ, ആരാണ്? പാരമീസിയം. ഫ്ലെജല്ല യൂസ് ചെയ്ത് മൂവ്മെന്റ് നടത്തുന്നത് ആരാണ്? അത് യുഗ്ലീനയൊക്കെയാണ്. ഓക്കെ അല്ലേ? അമീബ എങ്ങനെയുള്ള ആളാണ്? സീഡോപോഡിയ ഉപയോഗിച്ച് മൂവ്മെന്റ് നടത്തുന്ന വ്യക്തിയാണ്. അമീബ എന്ന് പറഞ്ഞാൽ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് അല്ലെ? അപ്പൊ അവരുടെ സൈറ്റോപ്ലാസത്തിന്റെ ഒരു പ്രൊജക്ഷൻ ആണ് എന്ത്? ഈ സീഡോപോഡിയ എന്ന് പറയുന്നത്. അതാണ് അവര് ഫുഡ് കഴിക്കാനും മൂവ്മെന്റിനും ഒക്കെ ആശ്രയിക്കുന്നത്. വാട്ട് ഈസ് ആൻ അബലോൺ? എന്താണ് അബലോൺ എന്ന് വെച്ചാൽ? നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത വാക്കായിരിക്കും അല്ലെ? അപ്പൊ എന്താണ്? അതൊരു സ്റ്റാർ ഫിഷ് ആണോ? അല്ല. ഒരു വലിയ നക്ഷത്രമാണോ? അല്ല. പിന്നെന്താണ്?
ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റി, ഒരു ചെറിയ യുദ്ധവിമാനം, ഒരു ഭൂഗർഭ നഗരം, ഭക്ഷ്യയോഗ്യമായ ഒരു കടലൊച്ച്. എന്താണ്? അപ്പൊ നമ്മുടെ ഉത്തരം ആൻ എഡിബിൾ സീ സ്നെയിൽ എന്നായിരിക്കണം. അബലോൺ എന്ന് പറയണത് നക്ഷത്രവും മത്സ്യവും ഒരു നക്ഷത്രവും ഒരു നഗരവും ഒരു ഫൈറ്റർ പ്ലെയിനും ഒന്നുമല്ല, മറിച്ച് എന്താണ്? ഒരു തരം ഭക്ഷ്യയോഗ്യമായ സ്നെയിലാണ്. ഇവിടെ നിന്ന് നമ്മൾ മറ്റൊരു പരീക്ഷയ്ക്ക് ഓർത്തിരിക്കേണ്ടത് ഇത് എവിടെ ഉള്ളവരാണ് എന്നാണ്. ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? മൊളസ്കയിൽ വരുന്നതാണ്. അനിമേലിയയില് മൊളസ്കയിൽ വരുന്ന ആൾക്കാരാണ് എന്ത്? ഈ പറയുന്ന അബലോൺ. നമ്മള് മൊളസ്കയും അനിമൽ കിങ്ഡം ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്ന സ്നെയിലാണ് എന്ത്? ഈ അബലോൺ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് കൈൻഡ് ഓഫ് അനിമൽസ് ആർ കോൾഡ് ഓവിപാരസ്? ഓവിപാരസ് എന്നറിയപ്പെടുന്ന അനിമൽസ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഒരു ന്യൂബോൺ ബേബി, സ്റ്റാർഫിഷ്, എഗ് ലേയിങ് അനിമൽസ്, നൺ ഓഫ് ദീസ്. എന്താണ്? ഒരു നവജാത ശിശു, നക്ഷത്ര മത്സ്യം, മുട്ടയിടുന്നവ ഇവയൊന്നുമല്ല. എന്താണ്? നവജാത ശിശുവിനെ നിയോനേറ്റ്സ് എന്നാണ് പറയപ്പെടുന്നത് അല്ലേടാ. അപ്പൊ അതല്ല. നക്ഷത്ര മത്സ്യം അല്ല. മുട്ടയിടുന്നവ അല്ലെ, എഗ് ലേയിങ് അനിമൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓവി പാരസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, വിച്ച് എൻസൈം ഇൻ സലൈവ ബിഗിൻസ് ദ ഡൈജഷൻ ഓഫ് സ്റ്റാർസ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ എന്തുണ്ട്? സ്റ്റാർച്ച് അടങ്ങിയിട്ടുണ്ട്, ഈവൻ നമ്മുടെ ചോറിൽ പോലും. അപ്പോ ഈ സ്റ്റാർച്ച് എന്താണ്? ആദ്യം ഡൈജസ്റ്റൻ സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? പെപ്സിൻ, അമലൈസ്, ലിപ്പേസ്, ട്രിപ്സിൻ. ഏതാണ്? അമലൈസ് ആണ് അല്ലെ. കാരണം നമുക്കറിയാം നമ്മൾ വായിലിട്ട് ചൂ ചെയ്യുന്ന സമയത്ത് തൊട്ടേ ഡൈജഷന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ആവുകയാണ്. അപ്പം ബിഗിൻ ചെയ്യുന്ന എൻസൈം എന്താണ്? വായിലുള്ള അമിലൈസ് ആണ്. ഓക്കെ, വിച്ച് ആസിഡ് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ദി ഡൈജഷൻ സിസ്റ്റം ഓഫ് ഹ്യൂമൻ? നമ്മുടെ ഹ്യൂമൻസിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്ന ആസിഡ് ഏതാണ്? മനുഷ്യന്റെ ദഹന വ്യവസ്ഥയിൽ പുറംതള്ളപ്പെടുന്ന ആസിഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡ് ആണോ? ചത്തുപോകും അല്ലെ. നൈട്രിക് ആസിഡ്, ആന്റാസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏതാണ്? നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാനൊക്കെ താമസിച്ച എന്ത് ചെയ്യും? ഇവർക്ക് അറിഞ്ഞൂടല്ലോ നമ്മൾ എന്ത് കാരണം കൊണ്ടാ ഭക്ഷണം കഴിക്കാത്തതെന്ന്. ഇവരുടെ ജോലിക്ക് അനുസരിച്ച് എന്ത് ചെയ്യും? HCl പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? നമുക്ക് ആ ആസിഡ് താങ്ങാൻ സാധിക്കത്തില്ല. അപ്പോ അതൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെള്ളം കുടിച്ചു കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നില്ല, അൾസർ പോലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോ, അല്ലെങ്കിൽ അതിന് അൾസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ള വ്യക്തികൾ എന്ത് ചെയ്യും? ആന്റാസിഡ്സ് എടുക്കും ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെ. അപ്പൊ ഇതൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ എടുക്കുന്നതാണ് ഈ പറയുന്ന ആന്റാസിഡ്. ഓക്കെ, ഒരു നാച്ചുറൽ ആന്റാസിഡ് ആയിട്ട് നമ്മൾ വാട്ടറിനെ പറയാറുണ്ട്. ഓക്കെ, ദ നോർമൽ സിസ്റ്റോളിക് പ്രഷർ ഓഫ് ഹ്യൂമൻ ബ്ലഡ് ഈസ്. സാധാരണയായി മനുഷ്യരിൽ സിസ്റ്റോളിക് സമ്മർദ്ദം എത്രയാണ്? സിസ്റ്റോളിക് പ്രഷർ നമ്മുടെ ഹ്യൂമൻസില്? 110 mmHg, 130 mmHg, 80 mmHg, 120 mmHg. എന്താണ്? HG എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, മെർക്കുറിയുടെ കണക്കാണ് അല്ലേടാ. ഇനി ഏതാണ് നമ്മുടെ വാല്യൂ? നമുക്ക് ഈ 80 അറിയാം, 120 അറിയാം. കാരണം നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ തന്നെ നമ്മൾ പറയുന്നത് 120/80 എന്നാണ് അല്ലെ. ഇതിൽ എന്താണ് വ്യത്യാസം വരുന്നത്? നമ്മുടെ ബ്ലഡ് സിസ്റ്റോളിക് എന്നും ഡയസ്റ്റോളിക് എന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് പ്രഷർ ലെവലിനെ. ഇതില് സിസ്റ്റോളിക് എന്ന് പറയുന്നതിൽ കണക്കാക്കുന്നത് ആർട്ടറീസിലെ ബീപ്പിംഗ് സൗണ്ട്, അല്ലെങ്കിൽ വെൻ ഹാർട്ട് ബീറ്റ്സ് നടക്കത്തില്ലേ. അപ്പൊ സിസ്റ്റോളിക് എന്ന് പറയുന്നത് എന്താണ്? ഹാർട്ട് ബീറ്റ് ഇടിക്കുന്ന സമയത്ത് നമ്മൾ ആർട്ടറീസിന്റെ പ്രഷറിംഗ് ലെവൽ എടുക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിസ്റ്റോളിക് ലെവൽ എന്ന് പറയുന്നത്. ഇനി ഡയസ്റ്റോളിക് എന്ന് പറയുന്നത് എപ്പോഴാന്ന് വെച്ചാല് നമ്മുടെ ഹാർട്ട് റിലാക്സ് ചെയ്യത്തില്ലേ, ആ സമയത്ത് നമ്മൾ കണക്കാക്കുന്ന പ്രഷർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ബീറ്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയസ്റ്റോളിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? നോർമൽ
പ്രഷർ ലെവല് പറയുന്നത്. അപ്പോ സിസ്റ്റോളിക് ലെവലാണ് എന്ത്, ഈ പറയുന്ന 120. ഡയസ്റ്റോളിക് ലെവലാണ് എന്ത്, ഈ പറയുന്ന 80. അപ്പൊ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം എന്താണ്, അത് ഓപ്ഷൻ ഡി. ഓക്കെ, നോക്കാം. വാട്ട് കോസസ് ബെറിബെറി? excess of vitamin B1, deficiency of vitamin B1, excess of vitamin C, deficiency of vitamin C. അല്ലെ, ഓക്കെ, ഇതാ വീണ്ടും ഒരു വൈറ്റമിനിൽ നിന്നൊരു ചോദ്യം. എന്താണ് ഇവിടത്തെ ചോദ്യം? ബെറിബെറി കാരണമാകുന്നത് എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് B1 ആണോ, എക്സസ് ഓഫ് B1 ആണോ, എക്സസ് ഓഫ് C ആണോ, ഡെഫിഷ്യൻസി ഓഫ് C ആണോ? അപ്പോ നമ്മുടെ വൈറ്റമിൻ B1 ആണ് ബെറിബെറി എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ബെറിബെറി B1 എന്താണ് അവരുടെ പേര്? അത് തയാമിൻ എന്നും പഠിച്ചു. ഇവിടെ ബെറിബെറിക്ക് കൂടുതൽ, അതായത് വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൂടുതൽ ആയിപ്പോയെന്നല്ല, കുറവാണ് എന്തിന് കാരണമാകുന്നത്? ബെറിബെറിക്ക് കാരണമാകുന്നത്. അപ്പോൾ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B1 ആണ് എന്ത്, നമ്മുടെ ബെറിബെറിക്ക് കാരണമാകുന്നത്. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി കാരണം നമുക്കുണ്ടാകുന്ന രോഗമാണ് സ്കർവി, നാവികരുടെ പ്ലേഗ്, അസ്കോർബിക് ആസിഡ് ആണ് വൈറ്റമിൻ സി. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥം എന്താണ്? സിട്രസ് ഫ്രൂട്ട്സ് ആണ്. അതിൽ നമ്മൾ ഏത് പറയണം? ഗുവയാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ളതെന്നും അറിഞ്ഞിരിക്കണം. അടുത്ത നോക്കൂ. ആസ്മ ഈസ് എ ഡിസോർഡർ ഓഫ് ദ ഡാഷ് ഇൻ ഹ്യൂമൻ ബോഡി. ആസ്മ മനുഷ്യരുടെ ഏത് വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ്? നമ്മളെ ആസ്മ ബാധിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ്? റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, ലോക്കോമോട്ടർ സിസ്റ്റം. എന്താണ്? ശ്വസന വ്യവസ്ഥ, രക്തചംക്രമണം, ദഹന വ്യവസ്ഥ, ചലന വ്യവസ്ഥ. എന്താണ്? നമ്മളെ റെസ്പിറേഷനെ ബാധിക്കുന്ന രോഗമാണ് എന്ത്? ഈ പറയുന്ന ആസ്മ. നമ്മുടെ ബ്രോങ്ക്യോൾസിലൊക്കെ ഉണ്ടാകുന്ന അലർജീസോ അങ്ങനെയുള്ള റെസ്പിറേറ്ററി പ്രശ്നങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്? ആസ്മ കാരണമാകുന്നത്. നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് നോട്ട് കോസ്ഡ് ബൈ വൈറസ്? വൈറസ് മൂലം ഉണ്ടാകാത്ത രോഗം ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഡെങ്കു ഫീവർ, കോൾഡ് അതായത് പനി, ചുമ, ജലദോഷം പോലുള്ളവ, കോളറ, എയ്ഡ്സ്. ഏതാണ്? നമുക്ക് പറയാൻ പറ്റും കോളറ എന്തല്ല, ഒരു വൈറൽ ഡിസീസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം കോളറ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് അല്ലെ. ബാക്ടീരിയ സംബന്ധിച്ചുണ്ടാകുന്ന രോഗമാണ് കോളറ. തുടർന്ന് ഡെങ്കു, പനി, എയ്ഡ്സ് എല്ലാം വൈറസുകൾ കോസ് ചെയ്യുന്നു. എയ്ഡ്സിന് കാരണമാകുന്ന വൈറസ് ആണ് HIV വൈറസ് അല്ലെ, ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആന്ത്രാക്സ് ഈസ് കോസ്ഡ് ബൈ എ ടൈപ്പ് ഓഫ്. ആന്ത്രാക്സ് രോഗം ഏത് തരത്തിലുള്ള ജീവിയാൽ ഉണ്ടാകുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ബാക്ടീരിയ, ഫംഗൈ, പ്രോട്ടോസോവ, വൈറസ്. ഏതാണ്? ഫംഗൈ അല്ല, പ്രോട്ടോസോവ അല്ല, വൈറസ് അല്ല, മറിച്ച് ആരാണ്? ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. എന്താണ്? ബാക്ടീരിയ ബാസിലസ് ആന്ത്രാസിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ആന്ത്രാക്സ് രോഗം പടർത്തുന്നത്. ഇത് പശുക്കൾ, കാറ്റിൽ പോലുള്ള ജീവികളിൽ വന്നിട്ട് അതെന്താണ് നമ്മുടെ മനുഷ്യരിലേക്ക് പകരുകയാണ് ചെയ്യുന്നത് ഈ രോഗം. ഇത് അത്ര പെട്ടെന്ന് അങ്ങനെ എല്ലാവർക്കും വരുന്ന ഡിസീസ് ഒന്നും അല്ല, പക്ഷെ വന്നാൽ എന്താണ് ഭയങ്കര സീരിയസ് കണ്ടീഷൻസ് കോസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു രോഗമാണ്. അടുത്ത് നോക്കൂ. വിച്ച് ഗ്യാസ് ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ്? സസ്യങ്ങളില് ഫോട്ടോസിന്തസിസിന് കാരണമാകുന്ന സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വാതകം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏതാണ്? നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ, പിന്നെന്താണ്? ഹൈഡ്രജൻ. എന്താണ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ മാത്രമല്ല വേണ്ടത്, അതുകൊണ്ട് നമുക്ക് അത് പറയത്തില്ല. നൈട്രജൻ പറയത്തില്ല, ഓക്സിജൻ പറയത്തില്ല, മറിച്ച് ഏതാണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. എങ്ങനെയാണെന്ന് വെച്ചാല് നമുക്ക് 6 മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡും 6 മോളിക്യൂൾ വെള്ളവും ചേർന്ന് നമുക്ക് തരുന്നു?
1 മോൾ ഗ്ലൂക്കോസും 1 മോൾ 6 മോൾ ഓക്സിജനും തരുന്നു. ഇതാണ് നമ്മുടെ ഫോട്ടോസിന്തസിസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏത് വാതകമാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? അത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇവിടെ സൺലൈറ്റിന്റെയും ക്ലോറോഫിലിന്റെയും പ്രസൻസിലാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഏത് വാതകമാണ് പുറംതള്ളിക്കുന്നത് എന്ന് ചോദിച്ചാലാണ് നമ്മൾ ഓക്സിജൻ പറയാനുള്ളത്. ഏത് വാതകത്തിന്റെ സഹായത്തോടു കൂടിയാണെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉത്തരം. Okay. Usually color blindness is a genetic disposition, a non-genetic condition, lifestyle disease caused by the exposure of light. നോക്കൂ, സാധാരണമായി കളർ ബ്ലൈൻഡ്നെസ് നിശാന്തത കാരണമാകുന്നത് എന്ത്? ജനിതക സ്വഭാവം, ജനിതക അവസ്ഥ, ജീവിതശൈലി രോഗം, പ്രകാശത്തെ തുടർന്നുള്ള രോഗം. ഇത് ഓപ്ഷൻ തെറ്റിപ്പോയതാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ജനറ്റിക് ഡിസ്പോസിഷൻ ആണ്. നമുക്ക് മ്യൂട്ടേഷൻസ് വഴിയും നമുക്ക് ജന്മനാ ഉള്ള ഒരു രോഗമാണ്, ജനറ്റിക് ഡിസോർഡർ ആണ് എന്ത്? കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ടോ അല്ലെങ്കിൽ എക്സ്പോഷർ ഓഫ് ലൈറ്റ് കൊണ്ടോ ഒന്നും നമുക്ക് ബാധിക്കുന്നതല്ല. പക്ഷേ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ട് എങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസിന്റെ തീവ്രത കൂടും, എത്രയേ ഉള്ളൂ. പക്ഷെ വൈറ്റമിൻ എയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? നിശാന്തതയാണ്. ഓക്കെ, നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്, കളർ ബ്ലൈൻഡ്നെസ് അല്ല. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വർണ്ണാന്തതയാണ്, നിശാന്തതയല്ല. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പൊ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്താണ്? അത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. കളർ ബ്ലൈൻഡ്നെസ് എന്നാൽ എന്താണ്? അതൊരു ജനറ്റിക് ഡിസ്പോസിഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത്ര ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് തുടർന്നുള്ള ഗ്രൂപ്പ് ഡി എക്സാമിന് പോയി ഇരിക്കുമ്പോൾ ഇത് ഞാൻ പഠിച്ച ചോദ്യമാണല്ലോ എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സെക്ഷനും കൂടി എടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാം കവറപ്പ് ആവും. താങ്ക് യു.